എങ്ങനെ തുടങ്ങുക? കുറെ നാളായി വീഡിയോ എടുക്കുന്നത് പോലെ ഭയങ്കര ബുദ്ധിമുട്ട്. ഗൈസ്, ഞങ്ങൾ പ്രഗ്നന്റ് ആണ്. ഹായ്. കുറെ നാളായി ഞങ്ങൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്, കുറെ അധികം കാലം വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട് മടി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വേറൊരു റീസൺ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തേക്കൊന്നും പോകാറില്ല, രണ്ടാളും വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പം അത് കാരണം നമുക്ക് കണ്ടൻസ് കാര്യങ്ങളുണ്ടായിരുന്നില്ല, വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, അതുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇപ്പം ഞങ്ങൾ ഇന്ന് വീഡിയോ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് 2025 ജനുവരി 1-ാം തീയതിയാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. അത് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രഗ്നൻസി റിവീൽ ചെയ്യാനാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് പ്രഗ്നന്റ് ആയി. പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല, അതങ്ങനെ സംഭവിച്ചു പോയി. ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ടുപേർക്കും ഒരേ ടൈമിൽ കുട്ടികൾ ഉണ്ടാവണം. ഞങ്ങളുടെ രണ്ടാളുടെയും ഹസ്ബൻഡ്സ് ഭയങ്കര ഫ്രണ്ട്സാണ്, അവർ സെയിം ഏജ് ആണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിക്കാറുണ്ട് നമ്മുടെ മക്കളും അതുപോലെ ആവണം, അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ സാധിച്ചു. അതാണ് ഏറ്റവും നല്ല കാര്യം. പിന്നെ എൻ്റെ കല്യാണം കണ്ട ഓൾറെഡി 8 years ആയി. അപ്പം നമ്മൾ ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ എപ്പാവും എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് ഓഗസ്റ്റ് 28-ാം തീയതി ആണ് ഞങ്ങൾ അറിഞ്ഞത്. 2024 ഓഗസ്റ്റ് 28-ാം തീയതി. അത് ആക്ച്വലി ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എല്ലാ മാസവും പീരിയഡ്സ് ആവും, പോസിറ്റീവ് ആവില്ല, ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നെഗറ്റീവ് ആവും. അങ്ങനെ നമുക്ക് ഒരു പ്രതീക്ഷ ഇല്ലാണ്ടിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ. 28-ാം തീയതി രാവിലെ 5:30 ജോലിക്ക് പോകാനായിട്ട് നേരത്തെ എണീക്കുമല്ലോ, അങ്ങനെ എണീറ്റത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പം തന്നെ ബാത്റൂമിൽ പോയിട്ട് ഭയങ്കര ഛർദിയായിരുന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഫുഡ് പോയ്സൺ ആയിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് പകല് പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല, ഒരു 1-2 തവണ ഛർദിച്ചു. അത് കഴിഞ്ഞ് രാത്രി ഫുഡ് കഴിക്കാൻ നേരത്ത് വീണ്ടും ഛർദിച്ചു. അപ്പം ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് ഹോസ്പിറ്റലിൽ പോയി അവരുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഫുഡ് പോയ്സൺ തന്നെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവായി. അത് ഫസ്റ്റ് അറിഞ്ഞപ്പോൾ സന്തോഷം, സങ്കടമൊക്കെ വന്ന് ഞാൻ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ പ്രഗ്നൻസി റിവീൽ ചെയ്തത് ആരുടെ അടുത്തെന്ന് അറിയും? എൻ്റെ കമ്പനിയിലെ HR-ൻ്റെ അടുത്ത്. ലീവ് പറയണല്ലോ, അതുകൊണ്ട് ലീവൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം ഡോക്ടറെ പോയി കണ്ടു, അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് അങ്ങനെ അത് ഒന്ന് കൺഫേം ആയി എല്ലാം സെറ്റായി കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. 2-3 ദിവസം മാക്സിമം. 8-ാം തീയതി പറഞ്ഞ ഓക്കെ. അപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട്. അപ്പം അതുവരെ ലച്ചുവോട് വരുമ്പോൾ പറയും, ഞാനും ആകാശോട് ഒറ്റയ്ക്കാണ് താമസിക്കണത്. അപ്പോൾ ലച്ചു വരുമ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ചേച്ചിക്ക് എന്തെങ്കിലും പണിയെടുക്കാൻ സഹായിക്കണമെങ്കിൽ ഞാൻ സഹായിച്ചാലേ, ചേച്ചി ഒന്നും ചെയ്യണ്ടാ, ഒക്കെ ഞാൻ ചെയ്തുതരാം എന്നൊക്കെ പറയാറുള്ള ആള് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വന്നിട്ട് ചേച്ചി ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. അത് ഭയങ്കര ഒരു അൺഎക്സ്പെക്റ്റഡ് മൊമെൻ്റ് ആയിരുന്നു. അത് നമുക്ക് മുമ്പ് ഡേറ്റ് ആവാൻ വൈകിട്ട് മുമ്പ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായില്ലേ? ഞാൻ ഓൾറെഡി ഓഗസ്റ്റില് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നെഗറ്റീവാണ് കാണിച്ചത്. ഞാൻ വിചാരിച്ചത് എനിക്ക് ഇടയ്ക്ക് യൂറിൻ ഇൻഫെക്ഷൻ വന്നിട്ട് അതിന്റെ പ്രശ്നം വരാറുണ്ട്, ട്രിപ്പിട്ട് കിടക്കാറുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ പ്രശ്നമാണ് എന്നാണ് വിചാരിച്ചത്. എനിക്ക് ഓൾറെഡി പനി വരുന്ന പോലെ, ഛർദ്ദിക്കാൻ വരുന്ന പോലെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് കണ്ട കാരണം കൊണ്ട് ഞാൻ യൂറിൻ ഇൻഫെക്ഷൻ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചിലപ്പോ യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ആണെങ്കിൽ ചിലപ്പോ പോസിറ്റീവ് ആയിരിക്കും. ഞങ്ങനാണെങ്കിലോ ഇപ്പൊ പറഞ്ഞു, അല്ല ചേച്ചി ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആയിരുന്നു, ഇത് അതൊന്നല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വന്ന പിന്നെ ചിലപ്പോ ആവില്ല എന്നൊക്കെ വിചാരിച്ചു. ഞാൻ ചേട്ടനെ എല്ലാവർക്കും സർപ്രൈസ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഓൾറെഡി ടെസ്റ്റ് ചെയ്തപ്പോ നെഗറ്റീവ് കാണിച്ചു. അപ്പൊ ഞാൻ ആ ഒരു ഇതിൽ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ട്, ഇല്ല യൂറിൻ ഇൻഫെക്ഷൻ ഞാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിക്കുക. പിന്നെ ഓൾറെഡി പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നില്ല 2 മാസം. അപ്പൊ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടറെ എത്തിക്കാൻ കാണിക്കാം, അവിടെ പോകുമ്പോഴും നമുക്ക് കാണിച്ചു കൊടുക്കണം നെഗറ്റീവിൻ്റെ. അപ്പം അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കിറ്റ് വാങ്ങിച്ചു തന്നതാണ്. രാവിലെ ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവായി. ഞാൻ ഉറങ്ങിയിട്ടുണ്ടായില്ല ശരിക്കും, എന്തായാലും ഇല്ലയാണ് എനിക്ക് ആയിരുന്നു. പക്ഷെ അത് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായില്ല. 5:55 ആയപ്പോൾ തന്നെ ഞാൻ എനിക്ക് വേഗം പോയി കിറ്റ് എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ 2 വേഗം. അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും
എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നമുക്ക് ഒരേ ടൈമിൽ വന്നു. ഡ്യൂ ഡേറ്റ് ആയാലും ഞങ്ങളുടെ അടുത്തടുത്താണ്. എൻ്റെ April 30 ലച്ചുവിൻ്റെ April 25 ഡ്യൂ ഡേറ്റ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ കുട്ടികൾ ഒരേ സമയത്ത് അങ്ങനെയൊക്കെ അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇത് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഇത്രയും നാളെ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായില്ലേ. ശരിക്കും ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ 5ാം മാസത്തെ അനോമലി സ്കാനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. 6 മാസം തുടങ്ങി. ഞങ്ങൾ അത് നമ്മൾ ഒരു 5 മാസമൊക്കെ കഴിഞ്ഞ് അനോമലി സ്കാൻ കഴിയുമ്പോഴാണല്ലോ നമുക്കൊന്ന് അതെ 3 മാസം കഴിഞ്ഞാൽ ശരിയാവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അനോമലി സ്കാനിൽ അത് അനോമലി സ്കാനിൽ ഇപ്പം എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതും ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഞങ്ങൾ അത് ഇപ്പം എടുക്കണത്. ഇതെപ്പോൾ പോസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല. ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ അതിന് മുമ്പ് പോസ്റ്റ് ചെയ്യാം. ഇത് വീഡിയോ എപ്പോൾ പോസ്റ്റ് ചെയ്യുന്നുള്ളത് പറയാൻ പറ്റില്ല. വീഡിയോ എടുക്കുന്നത് January 1 2025. പോസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടാവും, ചിലപ്പോൾ അതിന് മുമ്പ് പോസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇനിയും ഞങ്ങൾക്ക് മറ്റേ വളകാപ്പൊക്കെ നടത്തണമെന്നൊക്കെ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പ്രഗ്നൻസി റിവീലിംഗ് ഒരു വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ് ഈ വീഡിയോ. ഞാൻ എന്തെങ്കിലും പറയാനുണ്ടോ? എത്ര ഉള്ളൂ.